ഇന്ന് നമുക്ക് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാൽ അതിനായി ഒരു A4 ഷീറ്റാണ് കേട്ടോ വേണ്ടത്. ഞാൻ തപ്പി എനിക്ക് എവിടെയും കിട്ടിയില്ല കേട്ടോ. പിന്നെ കിട്ടിയത് വന്നിട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ A4 ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ബുക്കാണ്. വർക്ക് എക്സ്പീരിയൻസ് ടൈമിൽ ടീച്ചർ ഉണ്ടാക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉപകാരപ്പെട്ടു എന്ന്. അപ്പോൾ അതിനൊരു നല്ലൊരു പേജ് നോക്കി കയറിച്ചു കേട്ടോ. അതിൽ ഞാൻ ക്യൂട്ടായിട്ടുള്ളൊരു പാണ്ടനെയാണ് വരച്ചു കൊടുക്കണത്. വരയ്ക്കാൻ അറിയാത്തവർ ട്രേസ് എടുത്താൽ മതി കേട്ടോ, ഫോൺ നോക്കിയിട്ട്. പിന്നെ ഇത് ഏതോ കാലത്ത് മേടിച്ചതാണ്, ഏകദേശം 2020 മേടിച്ച ഒരു പെൻസിലാണ് കേട്ടോ. അതെടുത്ത് ഞാൻ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതെടുത്ത് പെയിൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് അത്ര മയം പിടിക്കണില്ല. പിന്നെ ഞാൻ മാർക്കർ വെച്ച് ഒന്ന് വരച്ചെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ എന്താ റിയൽ പാണ്ട പോലെ. അപ്പോൾ അതെങ്ങനെ എല്ലാവിടെയും ഫില്ല് ചെയ്തു കേട്ടോ. കാരണം എനിക്ക് പണ്ട് ഞാൻ ചിത്രം ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കില്ല, വെറുതെ ചിത്രം വരച്ച് അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം മേടിച്ച് വെക്കണ്ട. ഇപ്പോഴാണെങ്കിൽ അതൊന്നും ചെയ്യണമില്ല. അപ്പോൾ പിന്നെ എന്തായി പണ്ടത്തെ സാധനങ്ങൾ ഇപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഒരു ബ്ലഷ് പോലെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്തായാലും ക്യൂട്ടായിട്ടുള്ള സാധനമല്ലേ ഉണ്ടാക്കണം, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ പിന്നെ ഡ്രോയിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പരിപാടി ഇതിലൊരു ബോർഡർ പോലെ വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. കുറച്ച് ഒരു വെള്ള ഭാഗം വിട്ടിട്ട് നമുക്ക് വെട്ടിക്കൊടുക്കാം കേട്ടോ. എന്നാൽ തന്നെ സ്റ്റിക്കർ പോലെയൊക്കെ തോന്നുള്ളൂ കേട്ടോ. അങ്ങനെ വെട്ടിക്കൊടുത്ത ശേഷം വന്നിട്ട് അടുത്തത് വേണ്ടത് സെല്ലോ ടേപ്പാണ് കേട്ടോ. സെല്ലോ ടേപ്പ് പറഞ്ഞാൽ കുറച്ച് വലുതെടുക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഓൾറെഡി വലിയ ടേപ്പാണ് ഉണ്ടെങ്കിൽ ഞാൻ വരച്ച ചിത്രം കുറച്ച് വലുതായി പോയിട്ടോ. അപ്പോൾ സെല്ലോ ടേപ്പ് 2ആയിട്ട് ഒട്ടിക്കേണ്ടി വന്നു. ആ ഒട്ടിക്കാൻ വരുമ്പോൾ നല്ല നീറ്റാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒട്ടിച്ച് വരുമ്പോൾ നടുക്കൊരു വര പെട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി ആയപ്പോൾ പിന്നെയും കുഴപ്പമില്ല, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. എന്തായാലും ക്യൂട്ടായിട്ടുണ്ട്, വെള്ളം നനയില്ല, അതൊക്കെ ആകുമ്പോൾ ഒരു സമാധാനം. അങ്ങനെ ഇതേപോലെ എടുത്തിട്ട് ഇതേ പ്രോസസ്സ് തന്നെ ബേക്കിലും ചെയ്താൽ നമുക്ക് രണ്ടവിടെ നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. അതും കുറച്ച് ബോർഡർ വിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ക്യൂട്ട് സ്റ്റിക്കർ ഇവിടെ റെഡിയാണ് കേട്ടോ. എൻ്റെ വീഡിയോസിൽ കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും, നിങ്ങൾക്ക് സന്തോഷമാവും കേട്ടോ. അപ്പോൾ ഈ ക്യൂട്ട് പണ്ട ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും ഇതേപോലെ സ്റ്റിക്കർ ചെയ്യുമെങ്കിൽ അതും കൂടി പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.